ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗണനാഥ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരേ 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 ഗുരുവായൂരപ്പ ശരണം. അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേത കാല പരമശോഭന യർഹ്യേവാജനജന്മക്ഷം സാന്തക്ഷഗ്രഹധാരകം ദിശ പ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമപ്രജാകര നദ്യ പ്രസന്നസലില ഹ്രദാജലരുഹശ്രിയ ദ്വിജാളീകുലസംനാദസ്തവഗാവനരാജയ വവൗ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം സാന്താസ്തത്ര സമിന്തതാം മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും പുസ്തകമൊക്കെ താഴ്ത്തി വെച്ച് നിവർന്നിരുന്ന് കണ്ണ് നല്ലോണം അടയ്ക്കുക. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ മുമ്പിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നവർക്ക് ഇരിക്കാം. കണ്ണ് നല്ലോണം അടച്ച് ശ്വാസത്തെ അനുഭവിക്കുക. ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു. കുറച്ചു നേരം തക്കി നിർത്തി ശ്വാസത്തെ പുറത്തേക്ക് എടുക്കുന്നു. ശ്വാസത്തെ നല്ലോണം അനുഭവിക്കുക. ഇപ്പോൾ നമ്മുടെ ശരീരം ശൂന്യമാണ്. അത് ഒരു നീലജ്വാലയാൽ പൊതിഞ്ഞപ്പെട്ടതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങകലെ വിഹായസിലെ ഒരു നീലജ്വാല കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാലോ ഒരു ചെറിയ മയിൽപ്പീലിത്തുണ്ട് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഒന്നുകൂടി നല്ലോണം ശ്രദ്ധിച്ചാൽ പീലിത്തിരുമുടി കെട്ടിവെച്ച് മനോഹരമായിട്ടുള്ള വിശാലമായ നെറ്റിത്തടം, മനോഹരമായിട്ടുള്ള പുരികങ്ങൾ, താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകൾ, കുണ്ടലങ്ങളണിഞ്ഞ കാതുകൾ, തിളങ്ങുന്ന കവിൾത്തടം, ചെഞ്ചുണ്ട് പഴം പോലെ പുഞ്ചിരിക്കുന്നതായിട്ടുള്ള ചുണ്ടുകൾ, അനേകം ആഭരണങ്ങൾ അണങ്ങിയ സംഖ്യനെറ്റായിട്ടുള്ള കണ്ഠമായിട്ടുള്ള കണ്ണൻ്റെ മുഖം ആ നീലജ്വാലയിൽ തെളിഞ്ഞു കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിലോ രണ്ട് കയ്യും നീട്ടി ദാ താഴേക്കിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന രണ്ട് കയ്യും നീട്ടി വരുന്നതായിട്ടുള്ള ആ കണ്ണനെ എല്ലാവരും എടുത്ത് മടിയിലേക്കിരുത്തുക. കണ്ണനാണെങ്കിലോ നമ്മുടെ നെഞ്ചോട് ചേർന്ന് പുഞ്ചിരി തൂക്കി നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ആ കണ്ണനെ, ആനന്ദ കട്ടയെ ചേർത്ത് പിടിക്കുക. വേദിയിൽ മണിയടിച്ച് ദീപാരാധന ചെയ്യുന്ന സമയത്ത് കണ്ണു തുറന്ന് ആ
ഗുരുവായൂരപ്പൻ്റെ അനുഭവം പൂർണ്ണമായിട്ട് മനസ്സിൽ എല്ലാവരും ഉറപ്പിക്കുക. ജഗുക്കിന്നരഗന്ധർവ തുഷ്ടുവോ സിദ്ധചാരണ വിദ്യാധര്യശ്ചനൃതോ അപ്സരോഭിസമന്ധത മുമുചുർമുനയോ ദേവ സുമനാംസി ഭുജാന്വിതാം മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീതേ തമവുത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരോപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിലാസേൽ യഥാ പ്രാച്യാം ദിശേ ഇന്ദ്രിവ പുഷ്കരാം. കണ്ണു തുറന്ന് എല്ലാവരും ഭഗവാന്റെ അനുഭവം തമത്ഭുതം ബാലകം ശങ്കഗദായുധായുധം ശ്രീവത്സലക്ഷ്മം കണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭകം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലത്തിഷാം പരിഷ്വക്ത സഹസ്രകുണ്ടളം ഉദ്ദാമ കാഞ്ചങ്കത കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമ.